നല്ലൊരു ക്രാബ് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ക്രാബ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ കാല് ഇത് കട്ടി കൂടുതലായതുകൊണ്ട് ഒന്ന് പൊട്ടിച്ച് വെക്കുവാണെങ്കിൽ കഴിക്കാൻ എളുപ്പമുണ്ട്. 2 വലിയ സബോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണിത്. അതിൻ്റെ കൂടെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 2 സ്പൂൺ മുളക് പൊടി വേണം, വലിയ 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ലതുപോലെ ഇച്ചിരി ഏറെ ഇടണം ഇതിന്. അതിനുവേണ്ടി ഒരു 10-20 ഈ വെളുത്തുള്ളിയും വലിയ പീസ് ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗരം മസാല വേണം. ഇതിന് നല്ലതുപോലെ ഗരം മസാല വേണം, വലിയ 1 സ്പൂൺ ഗരം മസാല വേണം. പിന്നെ കൂട്ടത്തിൽ നമുക്ക് ഒരു ചെറിയ സ്പൂണും കുരുമുളക് പൊടി ഇടാം. പിന്നെ ജീരകം പൊടിച്ചത് നമ്മൾ വേറെ ആയിട്ട് 1 സ്പൂൺ, ചെറിയൊരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ചൂടാക്കി കട്ടിയുള്ള ഒരു പാനിനകത്ത് നമുക്ക് കടുകിട്ട് കറി വെക്കാൻ തുടങ്ങാം. പാൻ ചൂടായി കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. അതിൻ്റെ കൂടെ സബോള നമുക്ക് ചേർക്കാം. ഇതിന് ഒരു 3-4 സ്പൂണ് വലിയ സ്പൂണ് എണ്ണ എടുക്കണം. നമ്മൾ ഈ മസാലയൊക്കെ ഇതിന് നല്ലപോലെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 സ്പൂൺ എണ്ണയെങ്കിലും ഇതിന് ചേർക്കണം. ഈ സബോള ഒന്ന് വഴന്നു കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. നമ്മുടെ ഉള്ളി വഴന്നിട്ടുണ്ട്. ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർക്കാൻ പോവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി വലിയ സ്പൂണ്, ചെറിയ 2 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊന്നും പച്ചമണം മാറിയിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇത് താഴെയൊന്നും ഒട്ടാതിരിക്കാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഞാൻ ചേർക്കുവാണ്. ഇത് ഈ നല്ലതുപോലെ ഒന്ന് തക്കാളി വാടുന്നത് വരെ നമുക്ക് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഗരം മസാലയും ചേർക്കാം. ഗരം മസാല ഒരു വലിയ സ്പൂണ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ജീരകം പൊടിച്ചത് നമ്മൾ 1 സ്പൂൺ മുഴുവനും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ തക്കാളി ഒന്ന് വാടിയിട്ട് നമുക്ക് ഈ ക്രാബ് ചേർക്കാം. നമ്മുടെ മസാല നല്ലതുപോലെ റെഡിയായി. നമുക്ക് ഇതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്രാബ് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ 2 തണ്ട് കരിയാപ്പിലയും നമുക്കിടാം. ക്രാബിനകത്ത് മസാല കയറണമെങ്കിൽ നമ്മൾ ഇച്ചിരി ഉണ്ടാക്കി കുറച്ച് സമയം വെക്കണം. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ രാത്രിക്കത്തെ ചോറിൻ്റെ കൂടെ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ അകത്തോട്ടൊക്കെ നല്ലതുപോലെ മസാല കയറും. അപ്പം നമുക്ക് ഈ മസാല റെഡി ആയിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ ക്രാബ് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇത് നമ്മൾ അടച്ച് ഒരു 20-25 മിനിറ്റ് എങ്കിലും നമ്മളിത് സ്ലോയിൽ വെക്കണം. എന്നെങ്കിൽ ഇതിനകത്ത് മസാലയെല്ലാം കയറി നല്ലതുപോലെ റെഡി ആവുള്ളൂ. നമുക്കൊരു 20-25 മിനിറ്റ് വെക്കാം ഇത്. നമ്മുടെ ക്രാബ് നല്ല റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ക്രാബ് മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ ഗ്രേവി ഇട്ട് ചോറ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചൊരു സ്പൈസിയാണ്, അതുകൊണ്ട് ചോറിൻ്റെ കൂടെ കൂട്ടാനാണ് നല്ലത്.